സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സകല ദൈവങ്ങളെയും ബലിദാനികളെയും ഒക്കെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ ഇവിടെ ചിലർക്ക് ഉറക്കം വരില്ല. ഇപ്പൊ ഇതാ തിരുവനന്തപുരത്തെ BJP-കാരായിട്ടുള്ള 20 കൗൺസിലർമാർക്ക് നല്ല 8ന്റെ പണിയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ആക്ടും റൂളും ഒന്നും നോക്കാതെ ഭാരതമാതാവിനെയും ബലിദാനികളെയും ഒക്കെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവര് വിചാരിച്ചു അത് വലിയ മാസാണ്. സ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. ബോലോ ഭാരത് മാതാ കി. പ്രസ്ഥാനത്തിന് വേണ്ടി ധീരബലിദാനികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിയമപുസ്തകം എടുത്തു നോക്കി ഹൈക്കോടതിയുടെ ഒറ്റ വിധി എല്ലാം ക്യാൻസൽ. ഒന്നെങ്കിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം. അത് മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 4 ആഴ്ച സമയം തരാം, മിണ്ടാതെ വന്ന് ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്തോളാനാണ് കോടതിയുടെ ഉത്തരവ്. ഇത്തവണയെങ്കിലും വീട്ടിലിരുന്നത് 2 വട്ടം കാണാതെ പഠിച്ചിട്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ആ കൗൺസിലർമാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ദൈവനാമത്തിന് പകരം വീണ്ടും വേറെ വല്ല നാമങ്ങൾ വരും. എന്തായാലും BJP-കാർക്ക് ഇത് നല്ലൊരു പാഠമാണ്. ഇതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗതന്റെ കാര്യമാണ്. സുഗതനും 2ാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. പക്ഷെ സുഗതൻ ഇപ്പൊ കാപ്പ കേസിൽ ജയിലിലാണ്. സുഗതന് വേണ്ടി BJP-കാർ മിക്കവാറും സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച് നടത്താനാണ് സാധ്യത.